കാര്യമില്ല, എന്നാലും മനസ്സിലൊന്ന് നിയ്യത്ത് ചെയ്യാം, ഉറങ്ങൂല. അപ്പൊ ഈമാൻ എന്ന് പറയുന്നത്, ഈമാനിന്റെ മധുരം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യം ഒരു മനുഷ്യനിൽ ഉണ്ടായാൽ ഈമാനിന്റെ മധുരം അവന് കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിസ്കാരത്തിൽ രസിച്ച് സുഖിച്ച് നിസ്കാരത്തിന്റെ മധുരം പറഞ്ഞ് നിസ്കരിക്കാൻ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം, സലാസും വസലാസീന അസ്ബാബുൽ ഖുശൂ ഫി സലാ, നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള 33 കാര്യം പറയുന്ന ഒരു കിതാബുണ്ട്. നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള 33 കാര്യങ്ങൾ പറയുന്ന ഒരു കിതാബ്. അതിലെ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് പറയും. അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന് നല്ല രസം കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഈമാനിന്റെ മധുരം കിട്ടി. 1, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതായി മാറുക. അള്ളാഹുവും റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതായി മാറുക. അവന് ഏറ്റവും ഇഷ്ടം അള്ളയും റസൂലും കഴിച്ചിട്ടേ ബാക്കി എന്തുള്ളൂ. അവന്റെ ജീവിതത്തിന്റെ ഏത് രംഗത്തേക്ക് മുടി എങ്ങനെ വെട്ടണത്, അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുടെ ഇഷ്ടം നോക്കുള്ളൂ. അവൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് അള്ളയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടാന്ന് പറഞ്ഞതാണോ, അവന് വേണ്ട. ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ അള്ളാഹുവും അവന്റെ റസൂലും, ഇപ്പോഴത്തെ ബിസിനസ് ഞാനങ്ങോട്ട് പോയ സമയം നീണ്ടുപോകും. മിക്കവാറും ആളുകൾ എന്താക്കുന്നുണ്ട്, പല സ്ഥലത്തും ബിസിനസ്സിന് പൈസ കൊടുക്കും അല്ലേ, ബിസിനസ്സിന് പൈസ കൊടുക്കും. എന്നിട്ട് ബിസിനസ്സിൽ ഇങ്ങനെ പൈസ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല, ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടണം. ബിസിനസ് പൊട്ടിയാൽ, ബിസിനസ്സിൽ നിങ്ങൾ ലാഭം വാങ്ങിയിട്ടുണ്ടോ നഷ്ടവും സഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബിസിനസ്സിന് പൈസ കൊടുക്കാൻ നിൽക്കരുത്. ബിസിനസ്സിൽ നമ്മൾ ഫണ്ട് ഇറക്കുന്ന സമയത്ത് ഒരു നിബന്ധന വെക്കുക, ബിസിനസ് ലാഭമാണെങ്കിൽ നഷ്ടമാണ്, ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറയുകയാണെങ്കിൽ ആ ബിസിനസ് ശരിയല്ല, ഹറാമായ ബിസിനസ്സാണത്. ബിസിനസ്സിലേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ബിസിനസ്സിൽ ലാഭം മാസത്തിൽ ഇങ്ങനെ ലാഭവീതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിസിനസ് പൊട്ടിയാൽ നമ്മൾ ഗുണ്ടകളെയും കൂട്ടിപ്പോയിട്ട് അവന്റെ പൊര വളയുന്ന പരിപാടി ശരിയല്ല. ബിസിനസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ നഷ്ടം വന്നത് നമ്മൾ കൊടുത്ത വിഹിതം നമ്മൾ സഹിച്ചേ പറ്റൂ. 1. 2, എല്ലാ മാസവും 2500 രൂപ തരാമെന്നും പറഞ്ഞിട്ട് 1,00,000 രൂപ നിങ്ങൾ ബിസിനസ്സിന് കൊടുത്തു ഒരു കടയിൽ, മാസാമാസം 2500 രൂപ ലാഭം തരും. ആ ബിസിനസ്സും ഹറാമാ, ആ ബിസിനസ്സും ഹറാമാണ്. എന്തുകൊണ്ട്? മാസാമാസം 2500 രൂപ കിട്ടുന്ന ആരെ ഉറപ്പെന്നത്? മാസാമാസം 2500 കിട്ടുള്ളൂ എന്ന് ഉറപ്പെന്നത്? ഇങ്ങനെ പറ്റും. മാസാമാസം 2500 തരും, കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് മൊത്തം കണക്ക് കൂട്ടി വെക്കും, എന്നിട്ട് ലാഭം ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് തരും, അങ്ങോട്ടാണ് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ മാസാമാസം നിശ്ചിതമായ സംഖ്യ നിനക്ക് ലാഭം തരാ എന്ന് പറയുന്ന കച്ചവടം സ്വഹീഹല്ല. 3, നിശ്ചിത ശതമാനം മാസത്തിൽ ലാഭം തരാന്ന് പറയുന്നു, ലാഭത്തിന്റെ 10% എനിക്ക് തരാ, പറ്റൂല. നമ്മൾ കൊടുത്ത പൈസ എത്ര ഉണ്ടോ അതിന്റെ മൂല്യം നോക്കി ലാഭം കിട്ടണം. 10 ലക്ഷം, 1 കോടിയുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ 10 ലക്ഷമാണോ കൊടുത്തത്, ലാഭത്തിന്റെ 10 നിങ്ങൾക്കുള്ളതാ. ലാഭത്തിന്റെ 10 അത് നിങ്ങൾ കൊടുത്തത് 10 ലക്ഷം ആയതുകൊണ്ടാണ്. അത് 5 ലക്ഷമാണ് കൊടുത്തതെങ്കിൽ ലാഭത്തിന്റെ 20 നിങ്ങൾ ഉണ്ടാവുള്ളൂ, 10 ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഏത് സംഗതി എടുത്തു നോക്കിയാലും അള്ളാഹുവും റസൂലും എന്താണ് പറഞ്ഞത്? ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സക്കാത്തുകൾ അങ്ങോട്ടൊരു കൊട്ടക്കണക്കിന് കൊടുക്കലാണ്, പറ്റൂല. കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ കച്ചവടം തുടങ്ങിയ ഡേറ്റ് മുതൽ അറബി മാസപ്രകാരം 1 കൊല്ലം പൂർത്തിയാകുന്ന അന്ന് കറക്റ്റ് കടയിലുള്ള കടുക് മുതൽ ഉപ്പ് വരെയുള്ള സകല സാധനവും നിങ്ങൾ സ്റ്റോക്ക് എടുപ്പ് നടത്തണം. ഒരു കൊട്ടക്കണക്കാട് കൊടുത്താലൊന്നും പോരാ, കറക്റ്റ് കണക്കെടുക്കണം. എന്നിട്ട് അത് സക്കാത്ത് കൊടുക്കാനുള്ള വിഹിതത്തിനുള്ള, സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള പൈസന്റെ സാധനം ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കാശ് പാവപ്പെട്ടവർക്ക് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഹറാമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും കാനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലും മറ്റെല്ലാത്തിനേക്കാളും അവൻ ഇഷ്ടമുള്ളതാവണം ഏത് വിഷയത്തിലാണെങ്കിലും. മോളെ കല്യാണം നടക്കുന്ന സമയത്ത് നല്ലൊരു ഹാള് വാടകയ്ക്കെടുത്തു. ആ ഹാളിൽ ആണും പെണ്ണും ഇടകലരുന്ന രൂപത്തിലുള്ള കല്യാണം ഇസ്ലാം പറഞ്ഞതല്ല, അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടമുള്ളതല്ല.
അവിടെ 1 ലക്ഷവും 2 ലക്ഷവും മുടക്കി ഹാളെടുക്കുമ്പോ 5,000 കൂടി അധികം കൊടുത്ത് അതിന്റെ നടുവിൽ ആണിനും പെണ്ണിനും 2 പാർട്ടാക്കി മാറ്റണം. ഇതാണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത്. അവിടെ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക, അള്ളാഹുവിനും റസൂലിനും. രണ്ടാമത്തത് ഒരാള് മറ്റൊരാളെ സ്നേഹിക്കലാണ്. ആ സ്നേഹം അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുക. ഭൗതികമായൊരു താല്പര്യം. നമ്മൾ ഔലിയാക്കന്മാരെടുത്തോ എന്തിനാ പോണത്? ബിസിനസ് ഏസം മോശമാണ്, അത് ശരിയാക്കാൻ വേണ്ടിയാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. മോളെ രോഗം മാറാൻ വേണ്ടി പറയാനാണ് എപ്പിസ്ഥാൻ്റെ അടുത്ത് പോണത്. പോണതിന് കുഴപ്പമൊന്നുമില്ല. മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. അള്ളാന്റെ മാർഗമിൽ മാത്രമായി സ്നേഹിച്ച ഇരു സ്നേഹിതർക്കും കിട്ടുമെന്നത് തീർച്ച. അള്ളാന്റെ മാർഗത്തിൽ 2 ആള് തമ്മിൽ പരസ്പരം സ്നേഹിച്ചാൽ അവർക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുക. മൂന്നാമത്തത് ഒരാള് കുഫറിലേക്ക് തന്നെ തിരിച്ചു പോകലിനെ വെറുക്കലാണ്. അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയൽ, തീയിലേക്ക് വലിച്ചെറിയൽ എത്രത്തോളം വെറുക്കുന്നുവോ അത്രയും ഒരു മനുഷ്യൻ കുഫറിലേക്ക് തിരിച്ചു പോകലിനെ വെറുക്കുക. ഒരാളെ തീയിലേക്ക് പിടിച്ചുകൊണ്ട് വലിച്ചെറിയാൻ അതിന് എത്രത്തോളം വെറുക്കുന്നുവോ അത്രത്തോളം പടച്ചോൻ എന്നെ മുസ്ലിമാക്കി. ഇനി ഇവിടുന്ന് എന്ത് പ്രലോഭനം കിട്ടിയാലും എന്ത് പ്രകോപനം ഉണ്ടായാലും ഈ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക്, മതത്തിൽ നിന്ന് പിന്മാറലിനെ വെറുക്കലാണ്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അനിൽ ഈമാൻ, എന്താണ് ഈമാൻ? കാല അവിടുന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് നീ വിശ്വസിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കണം. എന്ന് യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈക മിമ്മാ സിവാഹുമാ. അല്ലാഹും റസൂലും അല്ലാത്ത മറ്റെല്ലാറ്റിനേക്കാളും അവരെ നീ മഹബത്ത് വെക്കണം. നിന്നെ തീയിലിട്ട് ചുടലാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടം ആ ഒരു തലത്തിലേക്ക് നീ വളരണം. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടമുള്ളത് അത് നിന്നെ തീയിലിട്ട് ചുടലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നീ എന്നാണോ വളരുന്നത് അപ്പോഴേ നിന്റെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഈമാനാണ് മഹാനായ ബിലാൽ തങ്ങളെ നെഞ്ചിലേക്ക് ഒരാൾക്ക് എടുത്താൽ പൊങ്ങാത്ത പാറക്കല്ല് കയറ്റി വെച്ചിട്ട് അദ്ദേഹത്തിനോട് മതത്തിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോ അഹദ് 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 എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള മഹബത്താണ്. ഈമാനിന്റെ മധുരം അനുഭവിച്ചതാണ്. സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്, കാനത്ത് ഖുറത്തു ഐനി ഫിസ്സലാ. എനിക്ക് മനസ്സിന് ഏറ്റവും കുളിര് കിട്ടിയത് സ്വന്തം മക്കളെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ മറ്റെല്ലാറ്റിനേക്കാളും ഫിസ്സലാ, നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നാൽ വല്ലാത്ത മനസ്സിന് കുളിരാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിസ്കരിക്കാൻ വേണ്ടി നിന്നാ മനസ്സിന് വല്ലാത്തൊരു കുളിര്. എത്ര മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ചില മഹാന്മാര് പറയണത് ലാ ലദ്ദത ലിൽ ഐഷ് ലൗലാ ഖിയാമുൽ ലൈൽ. രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്ന് പറയുന്ന തഹജ്ജുദ് നിസ്കാരം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ എന്ത് രസമുള്ളത്. രാത്രിയിലെ ചില മഹാന്മാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണ്? സുബിയാൻ കൊടുക്കലാണ്. ഏറ്റവും വലിയ ടെൻഷൻ നമ്മളെയും ടെൻഷനൊക്കെ തന്നെയാണ്. നമ്മളെ ടെൻഷൻ സുബിക്ക് എണീക്കണം എന്നുള്ളതാണ്. അവരുടെ ടെൻഷൻ അതല്ല. സുബിഹിമാൻ കൊടുത്താൽ എന്താക്കണം? തഹജ്ജുദ് നിസ്കാരം നിർത്താനുള്ള സമയമായല്ലോ എന്നാലോചിച്ചുകൊണ്ട് അങ്ങേയറ്റം സങ്കടപ്പെടുന്ന ഒരവസ്ഥ മഹാന്മാരായ ആളുകൾക്കുണ്ടായിരുന്നു. ഒരു സ്വഹാബി, അദ്ദേഹം ശരീരം മൊത്തം തളർന്നു കിടക്കുകയാണ്.
ശരീരം മൊത്തം തളർന്നു കിടക്കുകയാണ്. ആ ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. മക്കളോട്, അരികിലുള്ളവരോട് പറയുന്നു, നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് നിൽക്കും, ഞാൻ നിങ്ങളെ തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് പോകട്ടെ. മക്കൾ ചോദിച്ചു, അന്ത മഅ്ദൂർ, നിങ്ങൾ ജമാഅത്തിന് പോകാതിരിക്കാനുള്ള കാരണം ഉണ്ടല്ലോ. ഇങ്ങനെ ശരീരം അനക്കാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന ഒരാൾ ജമാഅത്തിന് പോയാൽ നിർബന്ധമില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അദ്ദേഹം ചോദിക്കുന്നു, പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രതിനിധിയാണല്ലോ വിളിച്ചത്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ സ്നേഹത്തിന്റെ ഉടമയായ അള്ളാഹുവിന്റെ പ്രതിനിധി വിളിച്ചാൽ ഞാൻ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? എനിക്ക് പോവാതിരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടിട്ട് കാലൊന്നും നിലത്ത് അമർന്നു നിൽക്കൂല, കുഴഞ്ഞു പോയതാണ്. വേച്ച് 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 പള്ളിയിലേക്ക് പോയി. ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ചു, അവിടെ കടന്ന് മരിച്ചുപോയി.